ഹലോ എവ്രി വൺ. ഇന്ന് നടന്നുകൊണ്ടൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. 26 ഡിഗ്രി നടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. അപ്പോൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് 2 വെബ് സീരീസാണ്. ഒന്ന് ദ ഡേ ഓഫ് ജക്കോൾ. അത് ബിഞ്ചിലാണുള്ളത് ഇവിടെ ഓസ്ട്രേലിയയിൽ. മറ്റ് പ്ലാറ്റ്ഫോംസിൽ മറ്റ് കൺട്രീസിൽ ഏതിലാണ് അവൈലബിൾ എന്ന് അറിയില്ല. ബിഞ്ച് അത്ര പോപ്പുലർ അല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് എൻ്റെ ഒരു അറിവ്. നെറ്റ്ഫ്ലിക്സ് പോലെ അത്ര വലിയൊരു ഇതല്ലെന്ന് തോന്നുന്നു ബിഞ്ച്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു 10 എപ്പിസോഡ്സാണുള്ളത്. ഓരോ എപ്പിസോഡും അറൗണ്ട് 40 to 45 മിനിറ്റ്സ് ഡ്യൂറേഷൻ. സ്ട്രിക്ട്ലി നോട്ട് ഫോർ ചിൽഡ്രൻ. കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ല. അത്തരം അതിക്രമങ്ങൾ ഇതിനകത്ത് വാരി നിറച്ചിട്ടുണ്ട്. പാരൻ്റൽ ഗൈഡൻസോടുകൂടി പോലും കാണാൻ പറ്റില്ല. എൻ്റെ പുറകിൽ കാണുന്ന പ്രഭാവലയം സൂര്യനാണ്, എൻ്റെ ദിവ്യ തേജസ് അല്ല. സോ കമ്മിങ് ടു വെബ് സീരീസ്. അപ്പോൾ ഇതൊരു സ്നൈപ്പർ പ്രൊഫഷണൽ അസാസിൻ്റെ കഥയാണ്. അപ്പോൾ പുള്ളി യൂറോപ്പിലെമ്പാടും വലിയ വലിയ ടീംസിനെ മാത്രമേ കൊല്ലുള്ളൂ. ഈ കൊല്ലുന്നതെല്ലാം ബഡാ ടീംസ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൊട്ടേഷൻസ് എല്ലാം ബേസിക്കലി മില്യൺസ് ആണ്. അപ്പോൾ 50% ഇൻ അഡ്വാൻസ്, 50% ആഫ്റ്റർ ജോബ്. സോ ആഫ്റ്റർ ജോബ് ഈ 50% കിട്ടിയില്ലേ പിന്നെ പുള്ളി ആ കാശങ്ങ് വേണ്ടെന്ന് വെക്കും. എന്നിട്ട് അവരെയും അങ്ങ് വേണ്ടെന്ന് വെക്കും. അവരെ ഭൂമിക്ക് ഭാരമായിട്ട് പുള്ളി വെച്ചേക്കില്ല, പുള്ളി പോയി തട്ടും. അപ്പോൾ ഈ കുത്സിത പ്രവൃത്തിയായിട്ട് പുള്ളി യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്യുമ്പോൾ പുള്ളി MI6 ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ റഡാറിൽ വരും. അപ്പോൾ അവരുടെ കോൺടാക്ട്സ് എല്ലാം ഇറക്കിയിട്ട് ഈ പുള്ളിയുടെ പുറകെ പോകും. കാരണം അവർക്കൊരു അത്യാവശ്യമാണ്. അവർ അത്രയും വർക്കഹോളിക്കായിട്ട് അവരുടെ ഒരു ലൈഫേ ഇങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു കേസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർ ഫുൾ ഫാമിലി ലൈഫ് എല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നതും അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സിനോപ്സിസ്. ഇതിനകത്ത് നമ്മുടെ മണി ഹേസ്റ്റിലെ ടോക്കിയോ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മെയിൻ ലീഡ്സായിട്ട് വരുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. സോ അത് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. 10 എപ്പിസോഡ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. കണ്ടിട്ട് അഭിപ്രായം പറയുക. രണ്ടാമത്തെ വെബ് സീരീസ് ദ സ്പൈ. അത് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്. അത് ആക്ച്വലി ഒരു ലിമിറ്റഡ് എപ്പിസോഡാണ്. എനിക്ക് തോന്നുന്നു 4-5 എപ്പിസോഡ്സേ ഉള്ളൂ. ഇതുപോലെ തന്നെ ലെസ് ദാൻ 40 ആണ് ചില എപ്പിസോഡ്സൊക്കെ എന്നാണ് എൻ്റെ ഓർമ്മ. അത് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. ഇസ്രായേലിലെ എന്താ പറയുക, ഒരു ടോപ്പ് മോസ്റ്റ് സ്പൈ ആയിരുന്ന എലി കോഹൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്. എങ്ങനെ എലി കോഹൻ ഇതിൽ എന്താ പറയുക മൊസാദിൻ്റെ റഡാറിൽ വരുന്നു, എന്നിട്ട് അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യുന്നു. പുള്ളി സിറിയയിലേക്ക് എങ്ങനെ പോയി, അവിടെ പുള്ളി എങ്ങനെ സ്പൈ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. പുള്ളി സ്പൈ വർക്ക് ചെയ്തിട്ട് പുള്ളി അവിടെ ഏത് ലെവലിൽ നിന്ന് ഏത് ലെവൽ വരെ എത്തിപ്പെടുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനിതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് പണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫുൾ കഥ അറിയാം. അത് അത്യാവശ്യം കേട്ട കഥ അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ എനിക്കത് റിക്കളക്ട് ചെയ്യാൻ പറ്റിയത്. സോ അങ്ങനെ ഫുള്ളി കേട്ടൊരു കഥയെ വിഷ്വലി നമ്മൾ കാണുമ്പോൾ അത് നല്ല ഇമ്പാക്റ്റായിട്ട് അവരെടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരേ സമയം സെയിം എഗെയിൻ ഇതിൽ പുള്ളിയുടെ ഫാമിലി ലൈഫും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷമം വരും. ഒരു പോയിന്റിൽ നമുക്ക് ഇമോഷണലി ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എങ്ങനെ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നു, ഫാമിലീസിനെ അഫക്റ്റ് ചെയ്യുന്നു, ഇനി എന്തൊക്കെ അതിന് പകരം വെച്ചാലും അത്തരം ഡാമേജുകൾക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള സിനാരിയോ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ തന്നെ ലോകം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു. ഇതൊരു 1960s ഈ കഥകളൊക്കെ നടന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഫുൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിലുള്ള ഇസ്രായേൽ, സിറിയ, അവരുടെ എക്യുപ്മെൻറ്റ്സ്, അവർ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജി, അപ്പോൾ അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഒരു സ്പൈ ആയിട്ട് ഇതിൻ്റെ കഥ നമുക്ക് എൻഡ് ടു എൻഡ് അറിയാമെങ്കിലും ഈ പുള്ളി സ്പൈ ആയിട്ട് വന്നിട്ട് പുള്ളി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഹൃദയം എടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഇപ്പം പിടിക്കപ്പെടുമോ, ഇപ്പോഴാണോ പിടിക്കപ്പെട്ടിട്ട് പുള്ളി മേപ്പോട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഇമ്പാക്റ്റായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അതും റെക്കമെൻഡ് ചെയ്യുന്നു. ആ വെബ് സീരീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. കാണുക, അഭിപ്രായം അറിയിക്കുക. അൺടിൽ ദെൻ, സി യു.